ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും അധികം ജനപ്രീതി നേടിയ മന്ത്രിയായിരുന്നു കെ ശൈലജ. കെ ശൈലജ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരള കൗമുദി ജി സുധാകരനുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ പുറത്തുവിടുന്നത്. കണ്ണൂരിൽ കെ ശൈലജ എന്നല്ല, CPM-നെ പ്രതിനിധീകരിച്ച് ആര് നിന്നാലും വിജയിക്കാൻ സാധിക്കും. കെ ശൈലജ എന്ന ഏറ്റവും അധികം ജനപ്രീതി നേടിയ മന്ത്രിയെക്കുറിച്ച് CPM-ന് തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ ജി സുധാകരൻ പറഞ്ഞതാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: കെ ശൈലജയോട് വിദ്വേഷമുണ്ടോ എന്ന്. കെ ശൈലജ എന്ന് പറയുന്ന വ്യക്തി 2006-ലാണ് MLA ആയി ആദ്യം എത്തിയത് എന്നും കണ്ണൂർ എന്ന സ്ഥലത്ത് കെ ശൈലജയ്ക്ക് പകരം ആര് നിന്നാലും അവിടെ വിജയിക്കുമെന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് കണ്ണൂരിൽ കെ ശൈലജയ്ക്ക് ഇത്രയധികം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുള്ളത് അത് കെ ശൈലജയുടെ മാത്രം മെറിറ്റ് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കണ്ണൂർ എന്ന സ്ഥലത്തിന്റെ കൂടി പ്രത്യേകതയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കെ ശൈലജ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കെ ശൈലജ പ്രതിനിധീകരിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് വടകരയാണ് എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യം ഇതുവരെയും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ മുഴുവൻ പരന്നിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും അധികം ജനപ്രീതി നേടിയ മന്ത്രി തന്നെയായിരുന്നു കെ ശൈലജ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ ശൈലജ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു പ്രതീക്ഷയും കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു പിന്നീട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത്. മാത്രമല്ല കെ ശൈലജ മന്ത്രിസഭയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കെ ശൈലജയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പാർട്ടിയുടെ തീരുമാനം താൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. കെ ശൈലജയുടെ ഏത് വാക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ നിലപാടിനപ്പുറത്തേക്ക്, തന്റെ സഹപ്രവർത്തകരുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് മറിച്ച് ഒരു വാക്കുകൾ പറയാൻ അവർക്ക് ഉണ്ടാകില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് പലപ്പോഴുമായി അവരുടെ വാക്കുകളിൽ പ്രകടവുമാണ്. എന്നാൽ അതേസമയം തന്നെ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ കുറച്ചു നാളുകളായി മാധ്യമ ശ്രദ്ധ ഏറെ നേടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ എപ്പോഴും മാധ്യമങ്ങളിൽ മുഴങ്ങി നിൽക്കുന്നുമുണ്ട്. 7ാം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ദിവസം പിണറായി വിജയനും MT വാസുദേവൻ നായരും ഒരേ വേദി പങ്കിട്ടിരുന്നു. ആ വേദിയിൽ വെച്ച് MT വാസുദേവൻ നായർ ചില വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ആ വാക്കുകൾ കേരള സർക്കാരിനെയാണോ അതോ മോദി സർക്കാരിനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള ആശങ്കയും വലിയ രീതിയിൽ പ്രകടമായിരുന്നു. ആ ആശങ്ക മാധ്യമങ്ങളും ജനങ്ങളും പാർട്ടിയും ഒരുപോലെ പങ്കുവച്ചതാണ്. എന്നാൽ പിണറായി സർക്കാരിനെ മാത്രമാണ് MT വാസുദേവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മറ്റു ചില വിമർശകരും സാംസ്കാരിക നേതാക്കളും കൂടി രംഗത്തെത്തി പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ MT വാസുദേവൻ നായർ തനിക്ക് പറയാനുള്ള പ്രസംഗം അവസാനിപ്പിച്ച് പടിയിറങ്ങും മുൻപേ തന്നെ ദേശാഭിമാനിയും CPIM-ഉം തങ്ങളുടെ പ്രതിരോധം തീർത്തു തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അതായത് MT വാസുദേവൻ നായർ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് പടിയിറങ്ങിയപ്പോൾ ദേശാഭിമാനി നേരിട്ട് പോയി അന്വേഷിച്ചു, താങ്കൾ ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണോ അതോ മോദിയെയാണോ എന്ന്. MT വാസുദേവൻ നായർ പറഞ്ഞുവത്രേ, താൻ ഉദ്ദേശിച്ചത് യാതൊരു കാരണവശാലും മോദിയെയല്ല, താൻ ഉദ്ദേശിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് റഷ്യ എന്നുള്ളതാണ്. താൻ ഒരു രാജ്യത്തിന്റെ പേരാണ് എടുത്തു പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളെയായിരിക്കും താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് MT വാസുദേവൻ നായർ പറഞ്ഞതായിട്ടാണ് ദേശാഭിമാനിയുടെ വാദം. എന്തായാലും CPM വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തു. പക്ഷേ ഈ സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങിയ സമയത്താണ് ജി സുധാകരന്റെ വരവ്. അദ്ദേഹം ശക്തിയായി തന്നെ തിരിച്ചടിച്ചു. MT വാസുദേവൻ നായർ പാർട്ടിയെ നയങ്ങൾ പഠിപ്പിക്കാൻ മുതിരേണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. അല്പം രൂക്ഷവും ചടുലവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലൈവായി തന്നെ കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും വലിയ രീതിയിൽ വിവാദമായി. പിറ്റേ ദിവസം സ്വാഭാവികമായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, താൻ അത്തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല, തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടതാണ്, താൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല എന്ന്. ഇന്നിപ്പോൾ കേരള കൗമുദിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. CPM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരനുമായാണ് ആ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ ജി സുധാകരൻ തന്റെ ഒരുപാട് കാര്യങ്ങളിലെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിലെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം സൂചിപ്പിച്ചത്. കെ ശൈലജ എന്ന CPM പ്രവർത്തകയോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടോ എന്നുള്ളത്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. കെ ശൈലജയെ ഇത്ര കണ്ട് കേരളം പുകഴ്ത്തുന്ന സാഹചര്യത്തിൽ കെ ശൈലജയോളം
നല്ല ആരോഗ്യമന്ത്രി ഇതുവരെയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ കെ ശൈലജ ഇനിയെങ്കിലും ഒരു മുഖ്യമന്ത്രിയായി വരണം എന്ന് പറയുന്ന ഇതേ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് കെ ശൈലജയ്ക്ക് ഇത്ര കണ്ട് വോട്ട് കിട്ടിയിട്ടുള്ളത് അത് കെ ശൈലജയുടെ മാത്രം മെറിറ്റ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആരാണ് ഈ ടീച്ചറമ്മ എന്ന് ചോദിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ആരാണ് ഈ ടീച്ചറമ്മ എന്ന് ചോദിച്ച സുധാകരൻ ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും നല്ലതുപോലെ സംസാരിക്കുന്നതല്ല മന്ത്രിയാകാനുള്ള യോഗ്യതയെന്നും അന്ന് പറഞ്ഞിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രിയാക്കില്ലെന്ന്. ആരാണ് ഈ ടീച്ചറമ്മ? അങ്ങനെ ഒരു അമ്മയെ ഞാൻ കേട്ടിട്ടില്ല. ഒരമ്മയ്ക്കും ആരും അങ്ങനെ പേരിട്ടിട്ടുമില്ല. അവരവരുടെ പേര് പറഞ്ഞാൽ മതി. ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യവുമില്ല. കഴിവുള്ള പലരും കേരളത്തിൽ മന്ത്രിമാരായിട്ടില്ല. വാർദ്ധക്യമായില്ല, ചിലപ്പോൾ ആകുമായിരിക്കും. ഞാൻ വിമർശിക്കുകയല്ല. പലരും പലതരത്തിൽ മന്ത്രിയാകും. ആ മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കൊച്ചു കൊച്ചു പാർട്ടിക്ക് ഒരു MLA മാത്രമേ കാണൂ. അയാൾ മന്ത്രിയാകൂ. പുതിയ ആളായിരിക്കും. അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം. അതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത്. സഹാനുഭൂതിയോ നല്ലതുപോലെ സംസാരിക്കുന്നതോ അല്ല മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനുള്ള യോഗ്യത. ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ വളർത്തി അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് തുല്യ അവസരങ്ങൾ ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് അങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെയായിരുന്നു അന്ന് കെ ശൈലജ എന്ന ടീച്ചറമ്മയെ പറ്റി ജി സുധാകരൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് കൗമുദിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ചോദ്യം ഉയർന്നതും. തന്റെ വിദ്വേഷം മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും ജി സുധാകരൻ പ്രതികരിച്ചിട്ടുള്ളത്. കെ ശൈലജ മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും ഒരുപക്ഷെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി തന്നെയായിരിക്കും ലഭിക്കുക. കാരണം അത്രയുണ്ട് കെ ശൈലജയ്ക്ക് ജനപ്രീതി എന്നുള്ളതാണ്. ഇതേ സാഹചര്യത്തിൽ വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ ശൈലജ വരണം. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രിയും ഇല്ലാത്ത സാഹചര്യത്തിൽ കെ ശൈലജ തന്നെയാണ് അതിനുള്ള ഏറ്റവും അനുയോജ്യ എന്ന് കേരളം മുഴുവൻ പറയുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജി സുധാകരന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്നയാൾക്ക് സംഘടനാ പാരമ്പര്യവും നേതൃപരിചയവും ഉൾപ്പെടെയുള്ള ഗുണങ്ങൾ വേണം. പടിപടിയായി വളർന്നാണ് പിണറായി മുഖ്യമന്ത്രി കസേരയിലെത്തിയത്. ശൈലജയ്ക്ക് യോഗ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. പോളിറ്റ് ബ്യൂറോ അംഗത്തിനല്ലേ മുഖ്യമന്ത്രിയായി പരിഗണിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. അതായത് CPIM എന്തുകൊണ്ടാണ് ശൈലജയെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാത്തത്, അഥവാ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയെ കാണാത്തത് എന്നുള്ളതിനുള്ള മറുപടിയാണ് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജി സുധാകരന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്ന മറുപടി താൻ പാർട്ടിയെ അല്ല പറയുന്നത്, താൻ പാർട്ടി നയങ്ങളെയാണ് എന്നുള്ളതാണ്. തെറ്റായ കാര്യങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ പ്രതികരിച്ചു പോകുന്നതാണ്. അതിലപ്പുറത്തേക്ക് താനൊന്നും തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല പിണറായി വിജയനുമായി തനിക്ക് അത്രയും അടുത്ത ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. ജി സുധാകരന് ടീച്ചറമ്മയെ അറിയില്ലെന്ന് പറഞ്ഞാലും ജി സുധാകരൻ ടീച്ചറമ്മയുടെ മാത്രം അഥവാ കെ ശൈലജയുടെ മാത്രം മെറിറ്റിലല്ല വോട്ടുകൾ ലഭിച്ചത് എന്ന് പറഞ്ഞാലും സത്യസന്ധമായി പറയുകയാണെങ്കിൽ കെ ശൈലജ എന്ന വ്യക്തിക്ക് കേരളത്തിൽ ജനപ്രീതി അല്പം കൂടുതലാണ്. അതൊരു പക്ഷേ ഇടത് മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരെക്കാൾ കൂടുതൽ തന്നെ.